കൊണ്ട് അനുസരണക്കേട് കാണിക്കലാണ് എന്ത് ഫസാദ്. അറിയാത്ത ഒരു കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ചോദ്യം ചെയ്യൂല അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം തെറ്റാന്ന് അറിയാം, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം, എന്നാൽ ഞാനത് ചെയ്യൂല, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല അല്ലെ. അതൊക്കെ നിസാരവൽക്കരിക്കുക, അതാണ് ഫസാദ് ഫിൽ അർദ്. അപ്പൊ നിഫാഖും എന്താണ്? നിഫാഖ് എന്ന് പറയുന്നത് ഫസാദ് ഫിൽ അർദ് ആണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ്. നമ്മളുടെ ഉള്ളിൽ ഒക്കെ അതുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിഫാഖുള്ള ആള്, അല്ലെങ്കിൽ നിഫാഖ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഒരാളുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തിന്മകളെല്ലാം നന്മകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയാളെ അന്ധനാക്കും. സുബ്ഹാനല്ലാഹ്. നിഫാഖ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള വിശ്വാസം നമ്മളുടെ ഒന്നെങ്കിൽ ഉണ്ടെന്ന് ആക്ട് ചെയ്യലാണ് വിശ്വാസം, അല്ലെങ്കിൽ ഉള്ളത് ഫോളോ ചെയ്യാതിരിക്കൽ അല്ലെ. ഹൃദയം ഒന്ന് പറയാ, നാവ് വേറൊന്ന് പറയാ, അതാണ് നിഫാഖ്. അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിൽ കപടവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ നന്മയാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ബ്ലൈൻഡ് ആക്കും നമ്മളെ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ശരിയാന്ന് തോന്നും. നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേടാണ് കാണിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ തന്നെ അല്ലെ. നമ്മളിപ്പോ പരദൂഷണം പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു റീസൺ ഉണ്ടാവും, ഞാൻ ഇന്നതിന് വേണ്ടിയല്ലേ പറയുന്നത് അല്ലെ, ഞാനത് ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നീ അത് കേൾക്കണം, എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടാൻ പരദൂഷണം പറഞ്ഞോളാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് തോന്നും എന്താണ്, അവർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, സ്വാലിഹായിട്ടുള്ള ഒരു കർമ്മമാണെന്ന് അവരതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ആ ഒരു ലെവലില് അന്ധത ബാധിച്ചിട്ടുണ്ടാവും. ഇത് ഭയങ്കര അപകടമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാന്ന് വിചാരിച്ചിട്ട് മോശം കാര്യം ചെയ്തു കഴിയുമ്പോൾ അവസാനം അത് നമുക്ക് തന്നെയല്ലേ അപകടം ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഒരു എന്തെങ്കിലും ഒരു കെമിക്കൽ ഒക്കെ, അത് ഭയങ്കര നല്ലതാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ അത് ഇടാണ്, നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാന്ന് വിചാരിച്ചത്, പക്ഷെ അതൊരു പോയ്സണസ് ആയിട്ടുള്ള ഒരു വിഷമുള്ള ഒരു കാര്യമാണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് വെക്കുക. സാവധാനം അത് നമ്മളുടെ ഉള്ളിൽ ചെന്ന് അത് നമുക്ക് ഉപദ്രവമേ വരുത്തുള്ളൂ അല്ലെ. അവസാനം അത് നമ്മളെ കൊന്നു കളയും. ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അതേപോലെ നമ്മൾ ദുനിയാവില് ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തിന്മകൾ, ചീത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ന്യായീകരണം ഉണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ശരി, അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സ്ഥാപിക്കാൻ നമ്മളെ അടുത്ത് ന്യായീകരണം ഉണ്ട്. പക്ഷെ ഈ ഭക്ഷണത്തിൽ നമ്മൾ വിഷം ഇട്ടിട്ട് നല്ലതാണെന്ന് വിചാരിച്ച് കഴിക്കുന്നത് പോലെ കഴിച്ച് ഒരു ദിവസം നമ്മൾ അവസാനിക്കും. അതേപോലെ ഈ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളും കൊണ്ട് നമ്മൾ യൗമുൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ ചെയ്തതൊക്കെ നഷ്ടത്തിലേക്കായിരുന്നു, നമ്മളുടെ സമയമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. അതെല്ലാം എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അനുസരണക്കേട് കാണിക്കുന്ന കർമ്മങ്ങളായിരുന്നു. എനിക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തു കഹ്ഫില് 130-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, കുൽ ഹൽ നുനബ്ബിഉകും ബി അഖ്സരീന അഅ്മാല അല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറയുന്നത്, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. സുബ്ഹാനല്ലാഹ്. അവരുടെ കർമ്മങ്ങളിലെ അവരൊരുപാട് ചെയ്തിട്ടുണ്ടാവും, എല്ലാം നല്ലതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവിടെ എത്തുമ്പം അവർക്ക് മനസ്സിലാവും അതെല്ലാം വേസ്റ്റ് ആയിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു. ആരാണ് അവര്? തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവര് ആരാണ്? അവരുടെ സഅയ്കളെല്ലാം അല്ലെ, അവരുടെ കഠിനാധ്വാനങ്ങളെല്ലാം ഈ ലോകത്തില് നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പിഴച്ചു പോയവരാണ് അല്ലെ. അവര് ഭൂമിയിൽ ചെയ്ത് എന്തൊക്കെയോ നല്ലതാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ച് ചെയ്തതെല്ലാം എന്താണ്? അവർക്ക് ഭൂമിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ആവാത്തവരാണ്. വഹും യഹ്സനൂന അന്നഹും യുഹ്സിനൂന സുൻആ. തങ്ങളുടെ എന്താണ് അവര് ചിന്തിക്കുന്നത് എന്താണ്? പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം തിന്മകളാണ്, പാപങ്ങളാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. നമ്മൾ ചെയ്യുന്നതെല്ലാം നന്മയാണോ തിന്മയാണോ എന്നുള്ളത്.
എന്താണ് നന്മ എന്താണ് തിന്മ എന്നുള്ളത് അല്ലേ, അതൊരിക്കലും നമ്മളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒന്നല്ല. അത് നാച്ചുറലി ഇപ്പം ഈ ഒരു നമ്മളിപ്പം പറഞ്ഞല്ലോ, ഒരു പരദൂഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് അവർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നുള്ള ന്യായീകരണം, അത് നമ്മളുടെ ന്യായീകരണമാണ്, നമ്മളുടെ സ്റ്റാൻഡേർഡാണ് അതല്ലേ. പക്ഷെ നമ്മളെ നന്മകളും തിന്മകളും ഒന്നും അളക്കുന്നത് നമ്മളുടെ ചിന്തയോ നമ്മളുടെ സ്റ്റാൻഡേർഡോ അനുസരിച്ചിട്ടല്ല. എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. അള്ളാഹു എന്ത് പറയുന്നോ അതിന് കീഴൊതുങ്ങുക. അതിൽ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവാത്തത് ഒരു വശം, അത് നമുക്ക് ചോദിക്കാം റബ്ബിന്റെ അടുത്ത്, റബ്ബ് ഇതിനകത്ത് എന്താ ലോജിക് ഉള്ളത്, റബ്ബ് ആ ഒരു ഇത് നമ്മളിലേക്ക് എത്തിക്കും, അതിനുള്ള ഉത്തരം എത്തിക്കും. പക്ഷെ നമ്മൾ നമ്മളുടേതായ ലോജിക് അപ്ലൈ ചെയ്തിട്ട് അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിനെ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് ന്യായീകരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തിൽ പെടും. ആര്? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചു പോയവരിൽ അല്ലെ, അവിടെ ചെല്ലുമ്പം ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കുന്നവരിൽ പെടും. അപ്പൊ നമ്മൾ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചാണ്. അള്ളാഹു എന്തെങ്കിലും ശരിയാണ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ നല്ലത് തന്നെയാണ്. അള്ളാഹു എന്തെങ്കിലും ചെയ്യരുത് അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ മോശം തന്നെയാണ്. പക്ഷെ കപട വിശ്വാസികൾക്ക് അത് കാണാനുള്ള കാഴ്ച ഉണ്ടാവില്ല, അവര് അന്ധരായിട്ട് പോവും. അള്ളാഹു അവനോട് എന്ത് നന്മ കൽപ്പിച്ചത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കാണൂല, അവൻ അതിനകത്തൊരു പ്രയോജനവും കാണൂല, അതിനകത്തൊരു നന്മയും അവന് കാണൂല. അതേപോലെ അള്ളാഹു എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവനൊരു ദോഷം കാണൂല, അവന് അതിനകത്ത് ഗുണമേ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? വലാകില്ലാഹി യശ്ഉറൂൻ, കാരണം അവനത് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് അതേപോലെ തന്നെ ഒരു പോയിന്റ് ആണ്, അതായത് നിഫാഖുള്ളവന്റെ, അതായത് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവന്റെ ബുദ്ധി അല്ലെങ്കിൽ ചിന്താശേഷി ഒരു സഫിഷ്യന്റ് ആയിരിക്കില്ല, വേണ്ടത്ര ചിന്താശേഷി അവന് ഉണ്ടായിരിക്കില്ല. അതായത് അന്ധത എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള, അതായത് അവന് ചിന്തിക്കുന്നത് ആവശ്യത്തിനല്ല, അതായത് ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് അവന് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന കേട്ടിട്ടും അതിനെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതാ ശരി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവന് ചിന്താശേഷി വേണ്ടത്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി അവന് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അവന് നല്ലതൊക്കെ ശരിയാന്ന് ചിന്തിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ,